ഒരു പ്രതീക്ഷ ഇത് ഇത്രയും വായിച്ചു തീരുന്നവരെ ജീവിച്ചിരിക്കണേ എന്നുള്ളത്. അത്രയ്ക്ക് പുസ്തകമുണ്ട്. സേഫ് സോണിലാണ് ഈ ജനറേഷൻ പോകുന്നത് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അവരെ കൂടെ എത്താൻ പാടുപെടുന്നുണ്ട്. ചേട്ടന് ഏറ്റവും ആനന്ദം തോന്നിയിട്ടുള്ള ഒരു വിഷയം ചേട്ടൻ എങ്ങനെ ചെയ്യും അതുപോലെ ചെയ്തതാണ്. പറഞ്ഞു തന്നാൽ മതി. അത് മതി. അപ്പം നമുക്ക് എത്രയും നമ്മൾ ആനന്ദിക്കാൻ പറ്റുന്ന ഈ കൊലപാതകം എന്നുള്ളവരെ മാറ്റി ഐസ്ക്രീം കഴിക്കുന്ന സുഖത്തിലേക്ക് വന്നാൽ റിയാക്ഷൻ കറക്റ്റ് ആവും. ഒരുത്തും പാവത്തൂരും ചാരാൻ മാറ്റി അവന് തലയെ വെച്ചുകൊണ്ടൊക്കെ പോകുന്നത് വലിയ വാർത്തയാണ്. നാട്ടുമ്പുറത്തൂടെ അതും ചുവന്നുകൊണ്ട് ഇങ്ങനെ പോലീസുകാരെ കൊണ്ടുപോകുന്നത്. ഇത് നിസ്സാരമായിട്ട് മുറിക്കാത്തിരുന്ന് സിമ്പിളായിട്ട് കുട്ടികൾ, ബുദ്ധിയുള്ള കുട്ടികളല്ലേ, എന്തെല്ലാം ചെയ്യാം. അപ്പോൾ പേടി പകച്ചു നിൽക്കുക എന്നുള്ളതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. ഉള്ളിൽ ഇങ്ങനെ പലതും പൊതിയും കാണും. പല ക്യാരക്ടർ ചെയ്യുമ്പം ഓരോ സിനിമയിൽ വലിയ വലിയ ആർട്ടിസ്റ്റിനെ ചെയ്യുന്ന കാണുമ്പം അങ്ങനെയൊക്കെ കണ്ട് ഉള്ളിൽ മോഹമുണ്ട്. സംസാരിക്കാൻ പേടിയാണ്. ഇച്ചിരി മുതിർന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ആ അനുഭവം ഉണ്ടാവും തോന്നുന്നു. നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ അന്നത്തേക്ക് സ്വാതന്ത്ര്യം എടുത്താൽ വായിന്ന് എന്തെങ്കിലും ചാടിപ്പോയാൽ. അഭിനയത്തിലേക്ക് എത്തിയത് യാദൃച്ഛികമായിട്ടാണ്. അത് നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ചേട്ടൻ പല യാദൃച്ഛികമല്ല, അതിന് വേണ്ടിയാണ് സിനിമയിൽ വന്നത്. നടനായി നിൽക്കാൻ വേണ്ടി ഞാൻ 100 പരം സിനിമകളുടെ വസ്ത്രാലങ്കാരം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. നമസ്കാരം. ഇന്ദ്രൻസ്, ഈ ഒരു പേര് മാത്രം മതി ഈ വലിയൊരു പ്രതിഭയെ പരിചയപ്പെടുത്താൻ. സ്വാഗതം. വലിയൊരു മാറ്റത്തിൻ്റെ വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഇന്ദ്രൻ സെറ്റിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുള്ള വലിയ ട്രാൻസ്ഫോർമേഷൻ വന്ന ഒരാളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു മാറ്റം. സിനിമ കാലാനുസൃതമായി മാറിയതുകൊണ്ടാണോ, ചേട്ടൻ കുറേ കൂടെ സെലക്റ്റീവ് ആയതാണോ, എന്താണ്? ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പണ്ട് കാണിച്ച ഒരു ആർത്തി അതിപ്പോഴും ഉണ്ട്. വരുന്നതെല്ലാം ചെയ്യും. പിന്നെ എൻ്റെ ഒരു പ്രായത്തിൻ്റെ മാറ്റവും കാലവും ഒക്കെ കൂടെ മാറി വന്നപ്പോഴത്തേക്കും ഇതൊന്ന് വഴുതി പോവാതിരുന്നത് കൊണ്ട് പരീക്ഷണങ്ങൾക്ക് പറ്റുന്നു എന്ന് മാത്രം. എങ്ങനെയാണ്? കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്നൊരു നടനെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ആളൊരുക്കത്തിന് മുൻപുള്ള ഇന്ദ്രൻ ചേട്ടനും അതിന് ശേഷമുള്ള ഇന്ദ്രൻ ചേട്ടനും എന്നാണ് തോന്നിയിട്ടുള്ളത്. സത്യത്തിൽ അത്തരത്തിലുള്ളൊരു മാറ്റം ചേട്ടന് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് കുറേ മോഹിച്ചിരുന്നിട്ട് കിട്ടൂലേ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉള്ളിലിങ്ങനെ പലതും പൊതിയും കാണും. പല ക്യാരക്ടർ ചെയ്യുമ്പം ഓരോ സിനിമയിൽ വലിയ വലിയ ആർട്ടിസ്റ്റിനെ ചെയ്യുന്ന കാണുമ്പം ചില അങ്ങനെയൊക്കെ കണ്ട് ഉള്ളിൽ മോഹമുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് പ്രകടമായൊരു കാര്യം അറിയാം, വ്യക്തമായിട്ട് അറിയാവുന്ന എൻ്റെ ശരീരം അതിനെ അനുവദിക്കുമല്ലോ, സിനിമയല്ലേ, അതിനതിൻ്റെ നിറവും കാര്യങ്ങളൊക്കെ വേണ്ടേ എന്നുള്ളൊരു തോന്നൽ പണ്ട് അറിയാം. അങ്ങനെയാണ്. പിന്നെ എങ്ങനെയൊക്കെ സംഭവിച്ചു, ആ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ സംഭവിച്ചു. പക്ഷേ ഇപ്പം നേരത്തെ കൂടുതലും കോമഡി ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളൊരു പെയറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. പക്ഷെ ആ സമയത്ത് കോമഡിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് നമുക്ക് സംശയം വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബോഡി ഷേമിങ്, ആളുകളുടെ രൂപത്തിനെ നിറത്തിനെ ഒക്കെ കളിയാക്കുന്ന ഒരു രീതി. അത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം ആ ഒരു മാറ്റം നേരിട്ട് കണ്ട് അറിഞ്ഞ് അനുഭവിച്ച ഒരാളും കൂടിയാണ്. അത് കാരണം സംസാരിക്കാൻ പേടിയാണ്. ഇച്ചിരി മുതിർന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ആ അനുഭവം ഉണ്ടാവും തോന്നുന്നു. നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ അന്നത്തേക്ക് സ്വാതന്ത്ര്യം എടുത്താൽ വായിന്ന് എന്തെങ്കിലും ചാടിപ്പോയാൽ. അതൊരു മാറ്റം, നല്ല മാറ്റമാണ്. ഒന്ന് നോക്കുമ്പോൾ കുട്ടികൾ വളരുന്നു, അവരുടെ രീതിയും പഠിപ്പും സംസ്കാരമൊക്കെ മാറുകയല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ എത്താൻ അതിന് മുമ്പുള്ളൊരു ജനറേഷൻ ഇച്ചിരി പാടുപെടുന്നുണ്ടാവും. അക്കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ സിനിമയിലാണെങ്കിൽ ഇപ്പോൾ ചേട്ടനൊക്കെ ചെയ്യുന്ന ഒരു വേഷമുണ്ട്. നേരത്തെ ബാലകൃഷ്ണ ചേട്ടൻ്റെ കൂടെ ചേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പാറ്റേൺ സാധനങ്ങളുണ്ട്. ഇപ്പോഴൊരു പക്ഷേ ഇന്ദ്രൻ ചേട്ടനെ ഇപ്പം ഞാനുൾപ്പെടെയുള്ള ജനറേഷനിലുള്ള ആളുകൾ ഓർത്തെടുക്കുന്നത് ഒരു പക്ഷെ അത്തരം സിനിമകളിലൂടെ ആയിരിക്കും. അതിൽ നിന്ന് വലിയ മാറ്റം വന്നു. അപ്പം അന്ന് നമ്മളെ പ്ലേസ് ചെയ്തിരുന്ന ആളുകൾ ഇപ്പം അതേ ആളുകൾ, അതേ ഇൻഡസ്ട്രി തന്നെയാണ്. അതിൽ വരുന്നൊരു മാറ്റത്തിനെ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? അതങ്ങനെ, അത് നമുക്ക് അന്നത്തെ ആസ്വദിക്കുന്നുണ്ടല്ലോ. ഇന്നത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നാൽ നടക്കില്ല, അത് ഇഷ്ടമാവില്ല. അത് പഴയതെന്നുള്ള മനോഭാവത്തിലാണ് കാണുന്നത്. ഇപ്പം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ അധ്യായം പോലെ തന്നെ അത്. ഈ ചിരിയിൽ മാറ്റം വന്നു എന്ന് തോന്നുന്നുണ്ടോ? ആളുകൾ ചിരി ആസ്വദിക്കുന്ന ശൈലിക്ക് മാറ്റം വന്നു എന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല, ചിരിക്കും. ഇത്തിരി കുഞ്ഞിക്കിളിയാക്കിയാൽ ചിരിക്കും. എല്ലാവർക്കും ചിരി പൊട്ടാനുണ്ട്. പക്ഷേ ജീവിത സാഹചര്യമൊക്കെ വെച്ചിട്ട് പലർക്കും ചിരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ.
അല്ല ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ശരീരത്തിനെയൊക്കെ ഇപ്പം ചേട്ടനെയൊക്കെ പല പേരുകൾ വിളിച്ചുകൊണ്ട് കളിയാക്കി സിനിമകളിൽ തന്നെ നമ്മളത് ആ സമയത്ത് അത് ആസ്വദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് ആസ്വദിക്കലാണോ എന്നുള്ളതിൽ എനിക്കിപ്പോഴും വ്യക്തത കുറവുണ്ട്. പക്ഷെ നമ്മളത് എന്തായാലും അത് ആ കാലം അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം ആ രീതിയിൽ ഉള്ളതിന് പകരം ഇപ്പം വേറൊരു തരത്തിലുള്ള ഹാസ്യമുള്ളത്. അത് പെട്ടെന്ന് അതിനൊരു നേരത്തെ പ്ലാൻ ചെയ്യുന്ന അതിൻ്റെ ഒരു ദൈർഘ്യം, നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ ലാൻഡ് ചെയ്യണം എന്നുള്ളൊരു നീളം ഉണ്ടാവുമല്ലോ. ആ സമാധാനം ഇപ്പോഴില്ലാത്തതുകൊണ്ട് പെട്ടെന്നാവും. ഒരു വാക്കിൻ്റെ തമാശ അല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്നവർ അതിലേക്ക് ഒതുങ്ങിപ്പോകും. അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ സമാധാനക്കുറവാണ്. ഫാസ്റ്റ് അല്ലേ, ഷോട്ടുകളൊക്കെ അത്രയും വെച്ചേക്കത്തില്ലല്ലോ, കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് അത്. പിന്നെ അന്ന് സിനിമ മാത്രമായിരുന്നു തോന്നുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പം അതല്ലാതെയും ഒരുപാട് അതന്നെ മീഡിയ ഉള്ളതുകൊണ്ട് സ്റ്റേജും അല്ലാതെയും ഒക്കെ എന്തെല്ലാം തമാശകൾ കാണാം. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അന്നൊക്കെ ഒരു പേരിനെ നിശ്ചയിക്കുമ്പോൾ ഇപ്പം ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ ബാലകൃഷ്ണൻ സാറിൻ്റെ കൂടെ, അപ്പം അങ്ങനെയൊക്കെ ഉള്ള പേഴ്സ് കൂടുതലുണ്ടായിരുന്നു. പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വന്ന് അത് ഒരാളായാലും അത് ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലൊരു മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണത്? അത് ബന്ധങ്ങളുടെ ഒരു ഇത് കുറയുമല്ലോ. അത് കാരണം വന്നു പോണതായിരിക്കും സ്വാഭാവികമായിട്ടും. ഇപ്പം ഒറ്റയ്ക്കൊക്കെ തന്നെ പണ്ടൊരു കൂട്ടില്ലാതെ എങ്ങും പാട്ടെടുത്ത് ഇന്നിപ്പോൾ എല്ലാവർക്കും ഒറ്റയ്ക്കാവുന്ന അതിലൊക്കെ വന്നു പോകുന്ന മാറ്റമാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും അവരാണെങ്കിൽ അവർക്കൊരു അമ്മൂമ്മ വേണ്ടേ, ഒരു സഹോദരൻ വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന. പക്ഷേ അന്നൊന്നും ഈ മെയിൻ ലീഡ് ക്യാരക്ടേഴ്സിന് അല്ലാതെ അങ്ങനെ ഫാമിലി അവർ പറയാറില്ല. പലപ്പോഴും അവരുടെ അച്ഛനാരാ, അമ്മയാരാ, ഭാര്യ, കാമുകി അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ ഇപ്പം അത് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? മാറ്റം വരുന്നുണ്ട്. കുടുംബകാര്യങ്ങൾ പറയുന്ന പടങ്ങൾക്ക് നല്ല വിജയവും പശ്ചാത്തലം. ഈ മിക്കവാറും ചില നമ്മൾ പറയുന്ന പോലെ തന്നെ ചൈനീസ് പടങ്ങൾ അവർ കുടുംബവും ഭക്ഷണം കഴിക്കുന്ന ഒരു ടേബിളും സീനും ഇല്ലാത്തൊരു സിനിമ കാണില്ല മിക്കവാറുമൊക്കെ. അങ്ങനെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമൊക്കെയാണ്. പിന്നെ പല സിനിമയിലത് അങ്ങനെ വിട്ടുപോയിന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു സീരിയസ് വേഷം എന്നുള്ളതിലേക്ക് ചേട്ടൻ എത്തിയത്? അതെനിക്ക് തോന്നുന്നത്, എനിക്ക് ആ കഥാവിശേഷനിൽ ചന്ദ്രസാറിൻ്റെ ഒരു കള്ളൻ പച്ചാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അയാൾക്ക് കുറേ വേദനകളുണ്ട്, കരയാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് പല ഇത്തിരി സീരിയസ് ആയിട്ടുള്ള സീനിലൊക്കെ ഞാനൊക്കെ കരയിച്ചിരിക്കുമ്പോൾ തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില കുറ്റം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. കഥാവിശേഷനിൽ അങ്ങനെ ഞാൻ കരയുകയൊക്കെ ചെയ്തിട്ട് ആരും ചിരിച്ചൊന്നുമില്ല. അത് ശരിക്കായിട്ട് തോന്നി. അപ്പോൾ അതെനിക്കൊരു ആത്മവിശ്വാസം വന്നു. സാറും ഒക്കെ തന്നൊരു ധൈര്യമാണോ ചന്ദ്ര സാറൊക്കെ. അപ്പോൾ അതിന് ശേഷമായിരിക്കും എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ബോധ്യം വന്നതെന്ന് തോന്നുന്നു, കുഴപ്പം വരില്ല എന്ന്. പക്ഷെ അതിനുശേഷവും കുറേ കോമഡി ചെയ്തു. പക്ഷേ തെന്നിയും തെറിച്ചുമൊക്കെ ക്യാരക്ടറിലേക്ക് വരുന്നത് അതുമുതലാണ്. എങ്ങനെയാണ് ആളൊരുക്കം പോലുള്ള ഒരു സിനിമയുടെ ഒക്കെ ഭാഗമായത് ആ സമയത്ത്? അപ്പോഴും ഞാൻ ഈ സുകുമാരൻ നായർ സാറിൻ്റെ ഈ അപരാജ്ഞമല്ലല്ലോ ഏതൊക്കെ പടങ്ങളുണ്ടായിരുന്നു സാറിൻ്റെ, സായാഹ്നം, ദൃഷ്ടാന്തമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല പക്വതയുള്ള ക്യാരക്ടറായിരുന്നു. സാറിൻ്റെ പടമൊക്കെ അടൂർ സാറിൻ്റെയൊക്കെ കഴിഞ്ഞ് ആ സമയത്താണ് ഈ ഇദ്ദേഹം വന്ന് ഇങ്ങനെ കഥ പറയുന്നത്. അത് വായിച്ചാൽ ഇച്ചിരി അഭിനയ കൊതിയുള്ളവർക്കൊക്കെ മോഹം തോന്നുന്ന ക്യാരക്ടറാണ്. പിന്നെ ആ പ്രായമൊക്കെ വെച്ച് എനിക്ക് വലിയൊരു ആവേശം തോന്നി. അത് എന്നിൽ നിൽക്കും, അതിന് നിർത്താൻ പറ്റുമെന്നൊക്കെ തന്നെ തോന്നിയിരുന്നുള്ളൂ. അത് ആ ഡയറക്ടറൊക്കെ തന്നൊരു ആ കഥയുടെ ഒരു ബലം തന്നെയാണ്. അഭിനയത്തിലേക്ക് എത്തിയത് യാദൃച്ഛികമായിട്ടാണ്. അത് നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ പല ഇന്റർവ്യൂകളിലും അതിനു വേണ്ടിയാണ് എത്തിയത്. പക്ഷെ അവസരം തയ്യൽ അതൊരു അഭിനയ നടനായി നിൽക്കാൻ വേണ്ടി ഞാൻ 100-ൽ പരം സിനിമകളുടെ വസ്ത്രാലങ്കാരം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അത്രയും സിനിമകളുമായിട്ട് മിഷനും പെട്ടിയും തുണിയും കത്രിയായിട്ട് നടന്ന ശേഷമാണ് എനിക്ക് ഒരു ഓരത്ത് ഒതുങ്ങാൻ പറ്റിയത്. ആ അഭിനയം തുടങ്ങി സ്ക്രീനിലേക്ക് വന്നു. അതിൽ സ്ക്രീനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. പിന്നീട് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ആ സിനിമ മാറുന്നതിനനുസരിച്ച് ആൾ മാറി വന്നത് 10-30 വർഷം കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഈ 30 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു മാറ്റമാണ്. ഹോമിലാണെങ്കിലും ഉടലിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് പുതിയ അനന്തങ്കാടിന്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയതിൽ നല്ല വലിയ ക്യാരക്ടർ ആണോ? എന്താണ് അനന്തങ്കാടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? മുരളിഗോപിയുടെ ഇതായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചർച്ച ചെയ്യുന്ന അത്രയും കാമ്പും കഴമ്പും ഒക്കെ ഉള്ള വിഷയം തന്നെയാണ് ആൾ പറയുന്നതും. അത്
ആ ഡയറക്ടറും ഒക്കെ അതുപോലെ അതിൻ്റെ വിട്ടുവീഴ്ചയില്ലാതെ അത് ചെയ്തെടുക്കുന്നവരാ. അത് എനിക്കും ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് അതിലെന്ന് തോന്നുന്നു. അല്ല അങ്ങനെയാണ്. പോസ്റ്റർ കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് കുറച്ചെന്തോ അതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്തോ കാര്യങ്ങൾ അതിലുണ്ട്. തിരുവനന്തപുരത്തെ കുറേ പഴയ കാര്യങ്ങളൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീക്ഷയാണ് അത് ആ പടം. നമുക്ക് ഈ ക്യാരക്ടർ റോളുകളിലേക്ക് വന്നതിനെ കുറിച്ചുള്ള അതിൽ എങ്ങനെയാണ് ഒരു സെലക്റ്റീവായിട്ട് ഞാൻ ഇന്ന വേഷം ഞാൻ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇന്നതേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതൊക്കെ? സത്യമായിട്ടും ഇതുവരെ അങ്ങനെ എത്തിയിട്ടില്ല. സത്യമായിട്ടും ഏത് കോമഡി ആണെങ്കിൽ നന്നായി സത്യസന്ധമായി അതിൻ്റെ ഒരു ചുറ്റുവട്ടത്തുകൂടെ ഒരു കോമഡി അതിൽ തോന്നുന്ന രീതിയിലാണ് എൻ്റെ ഘടനയെങ്കിൽ അത് ചെയ്യാനാണ് ഇഷ്ടം. അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മളൊന്ന് ഉള്ളിളകും, കാണുന്നവരെ ചിരിച്ച മുഖം കാണാം, അങ്ങനെയൊക്കെയുണ്ട്. അധ്വാനം രണ്ടും ഒരുപോലെ തന്നെയാണ്. രണ്ടിൻ്റെയും മര്യാദയ്ക്ക് അതിൻ്റെ ഒരു സത്യസന്ധമായിട്ടല്ലെങ്കിൽ അത് ചിരിക്കുകയില്ല, മറ്റത് അങ്ങോട്ട് ഏൽക്കുകയില്ല. രണ്ടിൻ്റെയും ബുദ്ധിമുട്ട് രണ്ട് രീതി മാറി മാറി വരുന്നുണ്ട് അല്ലേ? അത് വേറെ ഓരോന്നിനും ഓരോ ഡയമെൻഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ഉടലിൽ കണ്ട ആളെയല്ല അല്ലെങ്കിൽ ഹോമിൽ കണ്ട ആളെയല്ല ഉടലിൽ കണ്ടത്. അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് ക്രൈം ഫയലാണ്. അതിലെത്തിരിക്കുമ്പോൾ വേറെ അതാണ്. നമ്മൾ 5-ാം പാതിരയിൽ കണ്ടത് വേറൊരാളെയാണ്. ഇത് എങ്ങനെയാണ് ഈ സംഭാഷണത്തിനനുസരിച്ച് സംവിധായകർക്കനുസരിച്ച് എഴുത്തുകാർക്കനുസരിച്ച് ആള് മാറുന്നത് എന്നാണ്? അത് എനിക്ക് തോന്നി മുതിർന്നവർ പറയുമല്ലോ, ഇതെല്ലാ പാവവും നമ്മളിലുണ്ട്, നമ്മളിൽ വില്ലനും എല്ലാം ഉണ്ടെന്ന് പറയില്ലോ. നമ്മുടെ എല്ലാ രൂപവും മൃഗവും ഒക്കെ മനുഷ്യനിലുണ്ട് എന്ന് പറയുന്ന പോലെ ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിൽ കിട്ടി കുറച്ചു നേരം നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ ആരെങ്കിലുമൊക്കെ കിട്ടും. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള തന്നെ ആരെങ്കിലുമൊക്കെ കിട്ടും. അതേപോലെ ചില കഥ അവർ പറയുമ്പം തന്നെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ചേട്ടൻ ഒരു ധാരണയിൽ എത്താറുണ്ടോ? അവർ പറഞ്ഞു തരുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വായിച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. പിന്നെ അതിലോട്ട് പ്രവേശിച്ച് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ നേരിട്ട് ചോദിക്കണമെന്ന് വെച്ചിട്ട് കാര്യം, 5-ാം പാതിരയിൽ വേഷം വളരെ കുറച്ചേ ഉള്ളൂ അത്. പക്ഷേ ആ സിനിമയിലുടനീളം അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ആ രീതിയിൽ. കാരണം എനിക്കൊരു ബിരിയാണി വാങ്ങിത്തരൂ എന്ന് ചോദിക്കുന്നതിൽ നിന്ന് തുടങ്ങിയിട്ട് ആ വരുന്ന ഒരു ഘടകമുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനം. അത് ആ നോട്ടത്തിലും ആ പറച്ചിലും ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് അത്തരം ഒരു കഥാപാത്രങ്ങളിലേക്ക് അതിൻ്റെ ഇൻഡെപ്ത് പറഞ്ഞു തരുമ്പം തന്നെ അതിലേക്ക് എത്തുന്നത്? അത് എൻ്റെ അടുത്ത് അതിൻ്റെ ഡയറക്ടറെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടന് ഏറ്റവും ആനന്ദം തോന്നിയിട്ടുള്ളൊരു വിഷയം ചേട്ടൻ എങ്ങനെ ചെയ്യും അതുപോലെ ചെയ്തതാണ്. അത് അത്ര പറഞ്ഞു തന്നാൽ മതി. അത് മതി. അപ്പം നമുക്ക് എത്രയും നമ്മൾ ആനന്ദിക്കാൻ പറ്റുന്ന ഈ കൊലപാതകം എന്നുള്ളൊരു മാറ്റി നമ്മളൊരു ഐസ്ക്രീം കഴിക്കുന്ന സുഖത്തിലേക്ക് വന്നാൽ കറക്റ്റ് റിയാക്ഷൻ കറക്റ്റ് ആവും. ഹോമിലാണെങ്കിൽ വേറെ ഒരു തരത്തിൽ നമ്മളെ മനസ്സ് വിങ്ങുന്ന ഒരു കഥാപാത്രമാണ്. അത് നമുക്ക് ഒരുപാട് അച്ഛന്മാരെ, ഞാനും ഒക്കെ അത് പെടുന്ന ഒരു അച്ഛനാണ്. ഹോമിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും അനുഭവിക്കുക. അപ്പം അതിലുണ്ടല്ലോ മറ്റേ വിജയ് ബാബുവിൻ്റെ അവിടെ നിന്ന് കേട്ട് വന്നിട്ട് ഈ വാച്ചിൽ എങ്ങനെയാണ് ഈ വാച്ചിൽ സമയം നോക്കേണ്ട കാര്യമൊക്കെ പറയും, എന്നിട്ട് തോറ്റു പോകും. കാരണം അവിടെ അവരതിനു മുന്നേ ഓടിയിട്ടുണ്ടാവും. ഈ ഹോമിലെ കഥ പറഞ്ഞു തന്നപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? ഹോമിലും എനിക്ക് തോന്നുന്നു റോബിൻ്റെ ഫാദറും മദറും ഒക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അറിയാം. അപ്പം അതിലും എനിക്ക് കുറേയൊക്കെ അവരും തിരുവനന്തപുരത്തുണ്ടായിരുന്നവരാണ്. അപ്പോൾ നമ്മുടെ കുറേ വിഷയങ്ങളൊക്കെ അങ്ങനെ വളരെ നമ്മളെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. അത് വായിക്കാൻ തോന്നും. അപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ വലിയ ആവേശമായി. നീണ്ടു പോകുമ്പോൾ നമുക്ക് ആദ്യമാവും, അത് എന്നേന്ന് പോവും, എന്നെ വിട്ടു പോവും, സിനിമ മാറി മാറി വരുമല്ലേ. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നു. എന്തായാലും പോയില്ല, കൊറോണ പിടിച്ചു നിർത്തി. അതൊന്നല്ല, കൊറോണ പിടിച്ചു നിർത്തിയതൊന്നല്ല സിനിമ. സത്യം. അതുകൊണ്ടാണ് അതിനു മുമ്പ് അല്ലെങ്കിൽ കുറെ കൂടെ മുമ്പേ അല്ലെങ്കിൽ അതിന് ശേഷം വേറെ ആരെങ്കിലും പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ആ സിനിമ ആളുകളിലേക്ക് എത്തിയതിനെ കുറിച്ചിട്ടാണ് നമ്മളെപ്പോഴും കൊതി നമ്മുടെ കയ്യിൽ നിന്ന് പോവല്ലേ എന്നല്ലേ, ഒരു സ്വാർത്ഥത കിടക്കുമല്ലോ. അങ്ങനെ കോമഡി ചെയ്തിട്ടുണ്ട്, അത് കുറേ സിനിമകളിൽ കോമഡി ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വില്ലൻ ലുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ആ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വരുന്ന ഒരു കോംബോ വരുന്ന സമയത്ത് ചേട്ടന് ഏറ്റവും ഇത് ഞാൻ ചെയ്തത് നന്നായി എന്ന് ചേട്ടന് തോന്നിയത് ഏത് കാറ്റഗറി ചെയ്തപ്പോഴാണ്? എനിക്ക് പിന്നെയും എന്ന് പറയുന്ന സിനിമ അങ്ങനെ തോന്നി. ഇപ്പോഴും അങ്ങനെ തോന്നും. പിന്നെയും അടൂർ സാറിൻ്റെ
അതിലൊരു കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് അത് കിട്ടിയത് നന്നായി. എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു സംതൃപ്തി തോന്നിയൊരു പടം ഉടലാണ്. ഉടൽ അങ്ങനെ ശരിക്കും ചേട്ടൻ ഞെട്ടിച്ചു. ഉടലിൽ നമുക്ക് അത് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ പെയിന് കിട്ടും. നമുക്ക് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ. നമ്മൾ ക്യാരക്ടറിന് പക്ഷെ അതിന് ജീവൻ ഉണ്ടെങ്കിൽ അത് വരുള്ളൂ. ആ കഥാപാത്രമൊക്കെ സത്യസന്ധമാണെങ്കിൽ അത് നമുക്ക് കിട്ടും ചെയ്യാൻ. അവർ തരുന്ന ഷോട്ട് എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് തരുന്നൊരു നിശബ്ദതയൊക്കെ ഉണ്ടെങ്കിൽ. സത്യത്തിൽ ഉടലൊരു യഥാർത്ഥ കഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പം ആ വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും എന്നുള്ളതേ അത് വല്ലാത്തൊരു കിട്ടും. അതൊക്കെ എനിക്ക് മനസ്സിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കഥാപാത്രങ്ങളാണ്. ഇടക്കാലത്ത് ചേട്ടന ഇപ്പം ആളൊരുക്കത്തിലൂടെയാണ് ആദ്യമായിട്ട് നമുക്കൊരു അവാർഡ്, ആദ്യമായിട്ടല്ല ചേട്ടൻ അതിന് മുന്നേ അവാർഡുകളായിട്ട് എന്നാലും അംഗീകരിക്കപ്പെടുന്ന ഒരു അവിടേക്ക് എത്താൻ പാടാ. എന്നെ പോലെ ഒരു പടങ്ങൾ ചെയ്ത് നടക്കുന്ന അതേപോലെ ഒരാൾക്ക് ഇവരുടെ ഒരു ചട്ടക്കൂടിലേക്ക് എത്താൻ പാടാ. അവരൊരു കോമ്പറ്റീഷൻ, അവരുടെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ എത്താൻ പാടാ. അതാണ് നമ്മളെ ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്നാൽ പോലും മൈൻഡ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് അവർക്ക് പലപ്പോഴും. പക്ഷെ അതൊരു ഒരു 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 പടി എടുത്തു വെച്ചതുപോലെ, കാരണം ആളൊരുക്കത്തിൽ ആ പടി നമ്മൾ എടുത്തു വെച്ചെങ്കിൽ അത് ഹോമിലൂടെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സംസ്ഥാന അവാർഡ് ആ സമയത്ത് വലിയൊരു വിവാദമായിട്ട് നിന്നും നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്നും ഇപ്പൊ പറയേണ്ടതില്ല. പക്ഷേ അവാർഡല്ലല്ലോ അല്ലെ, ജനങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന അംഗീകാരത്തിൽ വലുതല്ലല്ലോ അവാർഡുകള്. ദേശീയ തലത്തിൽ അതെ, ദേശീയ തലത്തിൽ പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടപ്പം മലയാളത്തിൽ നല്ല സിനിമയായിട്ടൊക്കെ അവര് വന്നു. അതെ, അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ ക്യാരക്ടറുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു സാധനം, ഇപ്പം നമ്മൾ നേരത്തെ ഈ ആനന്ദങ്ങാടിനെയൊക്കെ കുറിച്ച് പറഞ്ഞ പോലെ ഇത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സിനിമ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാവില്ലേ, ആ കഥാപാത്രം അത് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്ന ചേട്ടൻ്റെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? അത് ഈ ഉടലും കഥാവിശേഷൻ അതൊക്കെ കാത്തിരുന്ന് CD ഉണ്ണികൃഷ്ണൻ മുതൽ അങ്ങനെയുള്ള പ്രതീക്ഷ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്കിനി അത് വരട്ടെ. ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഈ അനന്തങ്കാടും പിന്നെ ആശാൻ ജോൺ പോൾ ജോർജിൻ്റെ ഒരു സിനിമയുണ്ട്, എൻ്റെ പേരെങ്ങനെ കൺഫേം ആയില്ല. അതാണ് ഇനി അടുത്ത് നമ്മൾ കാത്തിരിക്കുന്നത്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ പൊതുവേ ഈ സിനിമയോടുള്ളൊരു കാഴ്ചപ്പാട് ആളുകൾക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും എല്ലാ മേഖലയിലും ഉള്ള ആളുകൾക്ക് മാറി വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ ചേട്ടന്? നേരത്തെ ഒരു കലയ്ക്ക് വേണ്ടി മാത്രം ചെയ്തവർ, ജീവനോപാധിയായിട്ട് മാത്രം കണ്ടവർ, അതിൽ നിന്നൊക്കെ മാറിയിട്ട് മൊത്തത്തിൽ അതിനൊരു സ്ട്രക്ചർ വൈസ് മാറ്റം വരുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? മാറ്റം തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ വരേണ്ടതാണ്. അങ്ങനെ വരാതെ നമുക്ക് പണ്ടത്തെ പോലെ കല എന്ന് പറഞ്ഞിട്ടൊന്നും ഇന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ ഉപാസിച്ച് വന്നവരുമല്ല കലാകാരന്മാർ. പണ്ട് അങ്ങനെ നടന്ന് വരുന്നത്. ഇപ്പം പെട്ടെന്ന് കൊതിയുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചിലവും അതുപോലെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനൊരു കച്ചവടം അതിൻ്റെ ഒരു സാധ്യതയോടെ കാണാതെ മുമ്പോട്ട് പോകുന്നത് അബദ്ധമെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നിയന്ത്രണങ്ങളും ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാത്തിനും, ഒരുപാടുണ്ട്. ഇന്ത്യൻ ചേട്ടനൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് എപ്പോഴും എല്ലാ സമയത്തും ഒരു ചിരി, തുറന്ന ചിരിയുടെ ആളുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് സിനിമയിലൂടെ നമ്മളെ ചിരിപ്പിക്കുന്നത് മാത്രമല്ല, ചേട്ടനോട് സംസാരിക്കുമ്പോൾ ചേട്ടൻ ചിരിക്കുന്നതും കൂടെ അതിലൊരു ഘടകമാണ്. അപ്പം ഈ ചിരിയിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്, നമ്മളെ ചിരിപ്പിക്കുന്നതല്ലാതെ ഉള്ള മാറ്റങ്ങൾ. അതാണ് നേരത്തെ പറഞ്ഞ ആൾക്ക് സമയമില്ല, ചിരിക്കാൻ നേരം 100 പ്രശ്നങ്ങളാണ്. സമയം എണ്ണി കഴിഞ്ഞു പോകുന്നതാണ് എല്ലാവരും. 1-2 കുട്ടികളൊക്കെ ഒരു കുഞ്ഞു കുടുംബമാണെങ്കിലും എന്തൊക്കെ കഷ്ടപ്പാടാണെന്നറിയാം അവർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും പണ്ടത്തെ പോലെ വായന അതുപോലുള്ള കലാപരിപാടികൾ കാണലൊക്കെ കുറവാണ്. അത് കാരണം അവർക്ക് ചിരിക്കാൻ നേരം കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുഞ്ഞിക്കിളിയാക്കി അങ്ങ് ചിരിക്കും. അത്രയും എല്ലാവരും ഉള്ളിലുണ്ടത്. എല്ലാവരും ഒരുപാട് ധൃതി പിടിച്ച് ഓടുകയല്ലേ. അതിൻ്റെ ഒരു വിഷയം ശരിക്കും പണ്ടത്തെ പോലെ സമാധാനമില്ലായ്കേൻ്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ആസ്വദിക്കാൻ പറ്റുന്നില്ല. നല്ല പുസ്തകം വായിക്കുമ്പോൾ തന്നെ മനസ്സിൽ നല്ല സുഖമില്ല. അപ്പം നന്നായിട്ട് നോക്കി ചിരിക്കാൻ പറ്റും. സങ്കടം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം പെട്ടെന്ന് ഞാൻ കണ്ണു തുടയ്ക്കും. ഇപ്പം അതൊന്നും വരുന്നില്ലല്ലോ, അങ്ങനെ വരുന്നില്ലല്ലോ. ഈ സിനിമ മേഖലയിൽ പ്രത്യേകിച്ച് ചേട്ടനൊക്കെ 10-30 വർഷത്തിലധികം, 30 അല്ല അതിലും 40 വർഷത്തിലും മേലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ പല കാറ്റഗറി ആളുകൾ വന്ന് പോയി നിന്ന് നിലനിൽക്കുന്ന ആളുകളുണ്ട്, വന്നു പോയവരുണ്ട്, വരാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് മടങ്ങിപ്പോയവരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളെയും ചേട്ടനൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മാറ്റം, ഈ ഒരു 40 പതിറ്റാണ്ട് കാലത്തൊരു മാറ്റം എന്ന് പറയുന്നത് അടുത്ത് നിന്ന് വെള്ളിത്തിരയിൽ നിന്ന് കണ്ട ആളാണ്.
ആളുകളുടെ ഇടയിലുള്ള അടുപ്പത്തിലൊക്കെ മാറ്റം വരുന്നുണ്ടോ, സൗഹൃദങ്ങളിൽ മാറ്റം വരുന്നുണ്ടോ? അത് അതിൽ ഓരോ കാലത്തും അതുണ്ടാവും, അത് വ്യക്തി കേന്ദ്രീകൃതങ്ങളാണെങ്കിലും. മാറ്റമുണ്ട്. അതുപോലെ ഒരുമിച്ച് ഒത്തിരി നേരം ഒന്നിരിക്കാനുള്ള ഒരു സമാധാനമൊന്നും ആർക്കും ഇല്ല. അത് ഒരുമിച്ചിരിക്കാനും എല്ലാവരും അവരവരിലേക്ക് ചുരുങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഫോണിലൂടെ തന്നെ ലോകം കണ്ടുകൊണ്ടിരിക്കുമല്ലേ എപ്പോഴും. അപ്പോൾ ഇത്തിരി ചുമ്മാ ഇരിക്കുമ്പോഴാണ് ഇതിൽ കുറേ പണി ചെയ്യാനുണ്ട്. വെറുതെയും അല്ലത്, അത് വളരെ വലിയ കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. അത് ഈ ജോലിയുടെ അത് നടക്കുന്നുണ്ട്. അത് കാരണം പണ്ടത്തെ പോലെ ചുമ്മാ പരിപാടിയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. അല്ല, ഇപ്പം പലപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ ന്യൂ ജനറേഷൻ താരങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാളൊരു കാര്യം പറയുമ്പോൾ മറ്റേ ആൾ അടുത്ത കാര്യം പറയുന്നതിനുള്ളൊരു കൗതുകത്തിന് വേണ്ടി കാത്തിരിക്കുക, അവരുടെ കമൻറ്റിന് വേണ്ടി കാത്തിരിക്കുക. പിന്നെ മാത്രമല്ല, അവർ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെയും തമ്മിലൊരു സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പം ഇത് കുറച്ചും കൂടെ സേഫ് സോണിലാണ് ഈ ജനറേഷൻ പോകുന്നത് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അവരെ കൂടെ എത്താൻ പാടുപെടുന്നുണ്ട്. എത്ര എളുപ്പമാണ്, എന്തല്ല അതാ സംസാരിച്ച് തരുമ്പോൾ മറുപടി കൊടുത്തു കഴിഞ്ഞു, അവിടെ നിന്ന് അടുത്ത് വന്നു കഴിഞ്ഞു, അതുപോലെ എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ചേട്ടൻ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ അവരും അസഹ്യപ്പെടുന്നുണ്ടാവും. ഈ വായനയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, ചേട്ടനൊരു നല്ല വായനക്കാരനാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് വായന ഇപ്പോഴും ഈ തിരക്കുകളുടെ ഇടയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ പുതിയ പുസ്തകമൊക്കെ ഏതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ പോലും ചേട്ടൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു, ഒരു പരിപാടിക്ക് പോയി വന്നതിൻ്റെ. അത് ഇപ്പം സച്ചിദാനന്ദ സാറിനെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ച ഷംസ് പെട്ടെന്ന് എൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ചിരുന്നു. പിന്നെ ബാബു തോമസ് മാത്യു ഒരാൾ ഒരു കൽഭരണികൾ അങ്ങനെ ഒരു പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു തുടങ്ങി. പക്ഷെ എങ്കിലും പഴയതുപോലെ വായിക്കാൻ അത്രയും സമയവും സമാധാനമൊന്നും കിട്ടുന്നൊന്നുമില്ല. എങ്കിലും വായിച്ച് കരുതി വയ്ക്കും. പിന്നെ ഒരു പ്രതീക്ഷ ഇത് അത്രയും വായിച്ചു തീരുന്നവരെ ജീവിച്ചിരിക്കണേ എന്നുള്ളതാണ്. അത്രയ്ക്ക് പുസ്തകമുണ്ട്, വായിച്ചു വെച്ചിട്ടുണ്ട്. വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കുറേയൊക്കെ അല്ലേ? കുറച്ചൊക്കെ വായിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ ബുള്ളറ്റും കാണും, ഉടനെ പോയി അത് വാങ്ങിക്കും, ഒന്ന് തുടങ്ങി വെക്കും, പിന്നെ അത് അങ്ങനെ ആയിരുന്നു, അങ്ങനെയാണ്. പുസ്തകത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചേട്ടൻ്റെ വായനയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പറയല്ലോ, ചേട്ടൻ്റെ പുസ്തകത്തിനെ കുറിച്ചും കൂടെ പറയണമല്ലോ. അത് പിന്നെ മറ്റു പുസ്തകം പോലെ ഉള്ള അറിവുള്ളവരുടെ എഴുത്തല്ലല്ലോ. എനിക്ക് എൻ്റെ ജീവിതം പറഞ്ഞാൽ പുസ്തകത്തിന് അങ്ങനെ ഇല്ലല്ലോ. പുസ്തകത്തിൽ എല്ലാവർക്കും അവരവരുടേതായ പാഠങ്ങളല്ലേ. അപ്പം ഞാൻ എൻ്റെ ഈ അനുഭവം പറഞ്ഞതാ, ജീവിതം പറഞ്ഞതാ. അത് നന്നായി വരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എങ്ങനെയായിരുന്നു ഒരു പുസ്തകം എഴുതി കളയാം, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ എൻ്റെ ജീവിതം ഒന്ന് അടയാളപ്പെടുത്താമെന്ന് തോന്നിയത് എങ്ങനെയാണ്? അതെന്നെ ഈ ഷംസുദ്ദീൻ കുട്ടത്തും ശശിധരൻ മാഷും കൂടെ ചെയ്തതാണ്. ശശിധരൻ സാറിന് മാഷ ഇങ്ങനെ എഴുതണം, നീ എഴുതണം, എപ്പോഴും ചെല്ലുമ്പോൾ കുറേ ബുക്ക് തരും, എനിക്കൊരു പേനയൊക്കെ വാങ്ങിച്ചു എഴുതി തുടങ്ങണമെന്നൊക്കെ പറയും. എന്നിട്ടും അങ്ങനെ നടന്നില്ല. പിന്നീട് ആ സൂചി എന്നുള്ളത് പറഞ്ഞ പടത്തിന് DC ക്ക് വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ഷംസുദ്ദീൻ കുട്ടത്ത് വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ചേട്ടൻ എഴുതി പറഞ്ഞു. അങ്ങനെ കുറേ ചെയ്തു. പക്ഷെ ആ പുസ്തകം വായിച്ചിട്ട് ആളുകൾ അഭിപ്രായമൊക്കെ പറഞ്ഞില്ലേ, നിരവധി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പോലും വിളിച്ചിട്ടുണ്ട് ആ പുസ്തകം വായിച്ചിട്ട് ചേട്ടനെ. പിന്നീട് ഒരു സ്പിരിറ്റ് തോന്നി. പിന്നെ ഇങ്ങനെ തുടങ്ങി വിട്ടിട്ട് കാര്യമായിട്ട് പറയാൻ പറഞ്ഞിട്ട് അയാൾ പതുക്കെ പിടിവിട്ടളഞ്ഞു. പിന്നെ എനിക്ക് ഊരാൻ പറ്റാതായി. അവിടുത്തെ കമ്മിറ്റ്മെൻറ്റും ഉണ്ടല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എല്ലാം അതിനൊന്ന് ഓർഡറാക്കി തരും. ഷംസും കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു തിരക്കുകൾ എങ്ങനെയാണ്, സിനിമാ തിരക്കുകളൊക്കെ മാനേജ് ചെയ്യുന്നത്? കാരണം ഇപ്പം വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ട്, സിനിമയിൽ തന്നെ പല കാറ്റഗറിയിലുണ്ട്. ഇപ്പോൾ കുറവാണ്, ഇപ്പോൾ ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. അന്നത്തെ പോലെ എണ്ണം കുറഞ്ഞു ഒരുപാട്. പൊതുവേ സിനിമയുടെ എണ്ണം കുറഞ്ഞല്ലോ. 2-4 ദിവസം പോയി അഭിനയിക്കുന്ന പരിപാടിയില്ല, അങ്ങനത്തെ കുറഞ്ഞു. ഇപ്പം ഉള്ളത് സിനിമ കഴിഞ്ഞാൽ ഇത്തിരി സമയം കിട്ടും, അടുത്തത് ആലോചിക്കാൻ കിട്ടും. അങ്ങനെ മൊത്തത്തിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സുഖവും സമാധാനമൊക്കെ വായിക്കാൻ കിട്ടുന്നുണ്ട്. അത് വായനയിലേക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവിടെ തിരക്ക് കുറഞ്ഞാൽ ഇവിടെ വായനയിലെ തിരക്കിലേക്ക് കയറും. ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലം നിന്ന ആളാണ്, അടുത്ത സൗഹൃദങ്ങൾ ഉണ്ടാവും. എല്ലാവരും സുഹൃത്തുക്കളാണ്, നമുക്ക് ആരോടും പ്രത്യേകിച്ച് ശത്രുതയൊന്നും ഇല്ലല്ലോ. എന്നാലും നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു സൗഹൃദ വലയത്തിൽ നിന്നിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് തോന്നിയിട്ടുണ്ട്? ആരും പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് നല്ല ബന്ധവും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും അടുത്ത് ഇച്ചിരി കുസൃതിയൊക്കെ പറയുമായിരുന്ന ഒരാളാണ് മാമുക്കോയ, കൊച്ചു പ്രേമൻ ചേട്ടൻ, അങ്ങനെ കനകലത, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അന്നത്തെ ഒരു ബന്ധം വെച്ചിട്ട്. പിന്നെ മധുവാല്, പ്രേംകുമാർ, അവരൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരുമായിട്ടാണ് എപ്പോഴും
ജഗദീഷ് സാറ് കുറച്ച് കുടുംബ കാര്യങ്ങൾ. ജഗദീഷ് സാർ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ചേട്ടനെ പോലെ തന്നെ പെട്ടെന്ന് ലെവല് മാറി ഒരാള്. ഇപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളുകൾ. എപ്പോഴും മലയാളത്തിലെ ഈ സിനിമയിലെ മാറ്റത്തിനെ കുറിച്ചിട്ട് പറയുമ്പോഴും ആളുകളുടെ മാറ്റത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന 2 പേരുകളാണ്, ഒന്ന് ഇന്ത്യൻ ചേട്ടനും ഒന്ന് ജഗദീഷ് ചേട്ടൻ എന്നുള്ളത്. എങ്ങനെയാണ് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത സൗഹൃദം എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്? ജഗദീഷ് സാറ് പിന്നെ ഒരു സാറിനെ പോലെ തന്നെ എൻ്റെ ഒരു അധ്യാപകനെ പോലെ പണ്ട് മുതലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ സാറിനെ വിളിക്കും. അത് അങ്ങനെ കുറച്ച് അധ്യാപകനാണല്ലോ തന്നെയല്ല, ആളത്രയും അങ്ങനെ ഒത്തിരി ഗൗരവത്തോടെ കാണുകയും അതിനുള്ള അറിവുണ്ടല്ലോ. എനിക്കൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുള്ളതുകൊണ്ട്. ചേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ഒരു സിനിമയുടെ കഥയൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ്റെ തിരക്കുകൾ കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ചേട്ടന് ചെയ്യാൻ പറ്റാതെ പോയ കഥാപാത്രങ്ങൾ ഉണ്ടാവാം, ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ അയ്യോ ആ വേഷം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് തോന്നിപ്പോയ വേഷങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. കാരണം അത് ഞാൻ ചെയ്യുന്നതിനേക്കാളും മറ്റേ ആൾ ചെയ്തപ്പം ഒരാൾ കൂടെ വന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ടല്ലോ. എന്നാലും അതെനിക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അങ്ങനെ തോന്നിയില്ല. അങ്ങനെ തോന്നിയാൽ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിലങ്ങ് പോവുകയുള്ളൂ. അതൊരു പുതിയ മുഖം വന്നതുകൊണ്ടാണ് ചർച്ചയായതെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നല്ല ക്യാരക്ടറൊക്കെ തന്നെയായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അടുത്ത കാലത്ത് വന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം ഏതാണ് ചേട്ടന് വന്നിട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊരു വേഷം? അങ്ങനെ ഒന്നും വന്നില്ല. കുറേ മുൻപൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്, തിരക്കുള്ള സമയത്ത്. പിന്നീടൊന്നും അങ്ങനെ അത് കാരണം ഒഴിവായി പോയിട്ടില്ല. ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പോയിട്ടില്ല. സിനിമയിൽ എല്ലാ കാലത്തും ഓരോ തരത്തിൽ ആളുകൾ ഓരോ പ്രശ്നങ്ങൾ വരുന്നൊരു മേഖലയാണ്. അതിപ്പോൾ സിനിമ എന്നല്ല, എല്ലാ മേഖലകളിലും ഉണ്ട് കേട്ടോ. അത് അങ്ങനെ കോമൺ ആയിട്ട് പറയല്ലോ. സിനിമയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കൊണ്ട് അതങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊക്കെ വരുന്ന ഈ ലഹരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത്, അപ്പം ഇത്രയും കാലം സിനിമയിലുള്ള ഒരാളാണ്. അപ്പോൾ ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കേൾക്കുന്നത്. ഒരു ഉപദേശം എന്നുള്ള രീതിയിലല്ലാതെ ചേട്ടൻ അങ്ങനെ പറയാറുണ്ടോ? നമുക്കറിയാവുന്നവരോടൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകരുത് അങ്ങനെയുള്ള രീതികളൊക്കെ പറയാറുണ്ടോ? അത് നമുക്ക് മക്കളോടൊക്കെ പറയാമെന്നുള്ള തന്നെ. അല്ല, മക്കളിൽ നമ്മളിതാണ് സംശയത്തോടെ കാണുന്നത്. ആ ഒരു പ്രായവും കാര്യമൊക്കെ ഉണ്ടല്ലോ, നമ്മളെ അറിയുന്നില്ലല്ലോ ഇതുങ്ങളുടെ. അപ്പം കൂടുതലും ചെറുതിലെ നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു നിമിഷം മതിയല്ലോ. പെൺകുട്ടികളെക്കാളും ബുദ്ധിമുട്ട് പേടിക്കേണ്ട ആൺകുട്ടികളെ ചെന്ന് പെടുന്ന അവിടെ അവന് കൊതിയുള്ള എന്താണ് മനസ്സിലുള്ളത് കിട്ടാത്തത്, അത് വേറൊരാൾ കൊടുത്താൽ അവിടെ വശംവദനാവും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയമുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു മാറി വരാൻ സാധ്യതയാണ്. ഇതൊക്കെ പണ്ട് കാലത്തെ ഉണ്ടെങ്കിലും നമ്മൾ സിനിമയുടെ മാറ്റം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആധുനികത വരികയില്ല. അപ്പോൾ അന്നത്തെ ഉപാധികളൊന്നും അല്ലല്ലോ ഇപ്പോൾ. അന്നൊക്കെ മദ്യപാനം പോലും വലിയ തെറ്റായിട്ട് ഒരുത്തും പാവത്തൂരും ചാരാൻ മാറ്റി അവന് തലയെ വെച്ചുകൊണ്ടൊക്കെ പോണത് വലിയ വാർത്തയാണ്. നാട്ടുമ്പുറത്തൂടെ അതും ചുവന്നുകൊണ്ട് ഇങ്ങനെ പോലീസുകാരെ കൊണ്ടുപോകണത്. ഇത് നിസ്സാരമായിട്ട് മുറിക്കാത്തിരുന്ന് സിമ്പിളായിട്ട് കുട്ടികൾ, ബുദ്ധിയുള്ള കുട്ടികളല്ലേ, എന്തെല്ലാം ചെയ്യാം. അപ്പോൾ പകച്ചു നിൽക്കുക എന്നുള്ളതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. എന്നാലും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ആളാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാനൊക്കെ ജനിക്കുന്ന കാലം മുതൽ സിനിമയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, അതും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആശംസ. തീർച്ചയായിട്ടും ആ രീതിയിൽ കുറച്ചുകൂടെ ഇനി എപ്പോഴൊക്കെ നമുക്ക് അംഗീകാരങ്ങൾ നമ്മൾക്ക് തേടിയെത്താതിരുന്നിട്ടുണ്ടോ അതെല്ലാം തേടിയെത്താനുള്ള അവസരം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെയധികം നന്ദി.